പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ആ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 അപ്പാ. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയപ്പാ നന്ദിയപ്പാ നന്ദിയപ്പാ. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. യഹോവ നല്ലവനാകുന്നു എന്ന് ഞങ്ങൾ രുചിച്ചറിഞ്ഞതാ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു, എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയാണല്ലോ ഞങ്ങൾ ഇന്ന് ആരോഗ്യത്തോടിരിക്കുന്നത്, അങ്ങയുടെ കൃപയാണല്ലോ ഞങ്ങൾ സൗഖ്യത്തോടിരിക്കുന്നത്, അങ്ങയുടെ കൃപയാണല്ലോ ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചത്. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹം ഓർക്കുമ്പോൾ നന്ദി. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ ഉരുവാക്കിയത് അങ്ങ്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുത്തത് അങ്ങ്. നന്ദിയോടെ സ്തോത്രം. പൈതൽ പ്രായം മുതൽ ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതമായി കർത്താവ് നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി തന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. നിത്യരക്ഷയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അതെ, 139-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. കർത്താവല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളും അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ഇടത്തുകാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ മുട്ടും നീ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അത്ഭുതകരമായ ജയമുണ്ടാകട്ടെ, ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കണ്ണിനകത്തുണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴുള്ള ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത എല്ലാ സൗഖ്യങ്ങൾക്കും നന്ദി പറയുന്നു. എല്ലാ അലർജികളും മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവ് സാമ്പത്തികമായ ആവശ്യങ്ങൾ, ജോലിയുടെ ആവശ്യങ്ങൾ എല്ലായിടത്തും കർത്താവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ഏറ്റവും മഹത്തരമായി തീർക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പുതിയ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസം അവൈക്കനിങ്, ഉണരുക, എഴുന്നേൽക്കുക എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തന്നിരിക്കുന്ന ഈ പുതിയ മാസത്തിൻ്റെ ആമേൻ 3-ാം ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധാത്മാവ് ഒരു വിഷയം തന്നിരിക്കുന്നു. അതാണ് ഇന്ന് വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. അവൻ ആത്മനിയോഗത്തിൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ
അവനെ കയ്യിലെഴുതി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അങ്ങ് അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നമുക്കറിയാം, ഇത് ശിമെയോൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. ശിമെയോൻ എന്ന് പറയുന്ന ആൾ തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ഒരു വാഗ്ദത്തമാണ്. ആമേൻ, യേശുവിനെ കാണും എന്നുള്ള തൻ്റെ വാഗ്ദത്തം. ഇന്ന് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ്. കർത്താവ് നമ്മളെ കറക്റ്റ് സ്ഥലങ്ങളിൽ കറക്റ്റ് സമയങ്ങളിൽ എത്തിക്കണം. ഇപ്പോൾ ശിമെയോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സമയത്ത് അവിടെ എത്തിയത് ആത്മനിയോഗത്തിലാണ്. അങ്ങനെയാണല്ലോ വചനം പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ നിയോഗത്തിൽ അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നു. ആ സമയത്തിന് മുമ്പായിരുന്നു ചെന്നിരുന്നെങ്കിലും, അതിന് കുറച്ച് സമയം ശേഷമായിരുന്നു ചെന്നിരുന്നെങ്കിലും യേശു എന്ന പൈതലിനെ എടുക്കുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ നിയോഗത്തിൽ പോയപ്പോൾ എല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റ് പ്ലേസിൽ ചെന്ന് നിന്ന് ആരെ കാണുന്നു? യേശുവിനെ കാണുവാൻ ഇടവന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ യാത്ര ചെയ്തത് കൊണ്ടാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്റ്റെപ്പുകളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആമേൻ, എന്തു സംഭവിക്കും? എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കും. കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ശിമെയോനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് ഗൈഡ് ചെയ്തതുകൊണ്ടും ഡയറക്റ്റ് ചെയ്തതുകൊണ്ടുമാണ് തൻ്റെ മരണത്തിന് മുമ്പ് മശിഹായെ കാണുവാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഹല്ലേലൂയ നമ്മുടെ എഫോർട്ട് കൊണ്ട് മാത്രമല്ല നമ്മൾ ജയിക്കുന്നത്. പക്ഷേ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മൾ എത്തിച്ചേരുക, റൈറ്റ് പീപ്പിളുമായിട്ട് കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈവിക പദ്ധതിയാണ്. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവ് നമ്മുടെ സ്റ്റെപ്പുകളെ അതിനുവേണ്ടി ആമേൻ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മുടെ കർത്താവ് എങ്ങനെ നയിക്കുന്നു അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മാവ് നയിക്കുന്നത് പോലെ ശിമെയോനെ ആത്മാവ് നയിച്ചു. ആലയത്തിൽ ചെന്നു. തന്നോടുള്ള വാഗ്ദത്തമായിരുന്നു, താൻ മരിക്കുന്നതിന് മുമ്പ് മശിഹായെ കാണും, താൻ കാണാനിട വന്നു. അല്പം പോലും താമസിക്കാതെ, അല്പം പോലും നേരത്തെ ചെല്ലാതെ കറക്റ്റ് സമയത്ത് ചെന്നതുകൊണ്ടാണ് ആമേൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞത്. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒട്ടും താമസിക്കാതെ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് സമയത്ത് ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ആ ഒരു ഡീല് സെറ്റാക്കാൻ കറക്റ്റ് സമയത്ത് ചെല്ലുവാൻ കർത്താവ് സഹായിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സമയത്തിൽ ആ വാഹനത്തിൽ കയറുവാൻ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിൽ അവിടെ ആ CV കൊടുക്കുവാൻ, കറക്റ്റ് സമയത്തിൽ ആ കാര്യങ്ങൾ നടക്കുവാൻ, കറക്റ്റ് പ്ലേസിലെത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒക്ടോബർ മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഡിലേസ് ഉണ്ടാകാൻ പാടില്ല, സ്റ്റാഗ്നേഷൻ ഉണ്ടാകാൻ പാടില്ല. എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആളുകളെ കണക്ട് ചെയ്യുവാൻ, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആളുകളെ കാണുവാൻ, കറക്റ്റ് ടൈമിൽ എല്ലാം കറക്റ്റായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് അതിനായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതിനായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ, അവർ ഒരു റോങ് പ്ലേസിൽ റോങ് ടൈമിൽ പോകാൻ പാടില്ല. എല്ലാവരും കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് സമയത്ത് ചെല്ലണം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.